ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈ മറീന ബീച്ചിലാണ്. ഇവിടെ നല്ല ഫ്രഷ് ഫിഷിൻ്റെ ഫ്രൈ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അതിന് നടന്ന് നമ്മളൊരു ഏരിയയിലെത്തുമ്പോൾ അവിടെ കുറേ സ്റ്റോളുകളുണ്ട്. ഫിഷിന് മാത്രമായിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത് തരുന്ന സ്റ്റോളുകളാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റോൾ സെലക്ട് ചെയ്തിട്ട് നമ്മളവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അതെല്ലാം ഇങ്ങനെ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. വലുതും ചെറുതും അങ്ങനെ പല വിധത്തിലും പല റേറ്റിലും ഉള്ളതുണ്ട്. അതിൽ നമ്മളിതാ ഈ 2 ഫിഷ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടെ ഫ്രൈ ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ റേറ്റ് 100 രൂപയാണ് ആ 2 ഫിഷിന് അവർ ചാർജ് ചെയ്തത്. പിന്നെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ട്. അതൊരു 5 to 6 മിനിറ്റ്സ് എന്തായാലും എടുക്കും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റും നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റ്, മഴ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം നമ്മുടെ ഫിഷ് എത്തിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഫിഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാമേ. ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തതിനകത്ത് നല്ല ഉപ്പ് ഫീൽ ചെയ്തു. എനിക്ക് സ്കിന്നിനകത്ത് കുറച്ച് അധികം ഉപ്പുണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ മീറ്റിനകത്തോട്ട് ആ ഒരു ഉപ്പ് അത്രയും ഇറങ്ങിയിട്ടില്ല. എന്തായാലും നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ ആ പ്ലേറ്റ് കാലിയാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഷ് ഫിഷായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയത് ക്രാബിൻ്റെ ഫ്രൈ ആണ്. അത് വേറെ സ്റ്റാളിൽ വന്നിട്ട് അതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വെച്ചാൽ അതൊരു പ്ലേറ്റിന് 100 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് തരും. കാണുമ്പോൾ ചെറിയ ഞണ്ടാണ് കേട്ടോ. അത് കുഞ്ഞു ഞണ്ടുകളാണത്. എന്നാലും പക്ഷേ എനിക്ക് തോന്നുന്നു കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതാണെന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അവരെന്തായാലും ഇതൊരു 5 മിനിറ്റ്സേ എടുത്തുള്ളൂ. അതിന് മുമ്പ് അവർ നമുക്കെന്തായാലും അത് ഫ്രൈ ചെയ്ത് തന്നു. ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ട് അത് ഫ്രൈ ചെയ്തത്. അത് കൂടാതെ അവർ കുറച്ച് മസാലകൾ, പെപ്പർ അങ്ങനെ എന്തോ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല സാധനമായിരുന്നു. കുഞ്ഞു ഞണ്ടാണെങ്കിലും നല്ല മീറ്റ് ഉണ്ടായിരുന്നു അതിനകത്തെല്ലാം. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി. ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ പറയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.